ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്താൽ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കും? എമ്പുരാന്റെ ഈ ടാഗ് ലൈൻ വിരൽ ചൂണ്ടുന്ന ലൂസിഫർ ശരിക്കും ആരാണ്? കുടുംബം പുറന്തള്ളുന്ന റിബലായ മകൻ, അച്ഛനും മകനും തമ്മിലുള്ള നിശബ്ദ യുദ്ധം, ഒടുവിൽ അതേ കുടുംബത്തിന്റെ രക്ഷയ്ക്കെത്തുന്ന മകൻ, തെറ്റ് ചെയ്യുന്ന ദൈവപുത്രനെ തടയുന്ന ചെകുത്താൻ. 2019 ലൂസിഫർ സിനിമ റിലീസ് ചെയ്യുന്നതിനും സ്റ്റീഫൻ നെടുമ്പള്ളിയെ പ്രേക്ഷകർ കാണുന്നതിനും മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 3 വർഷം മുൻപ് 2016 ലോക പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ഒറിജിനൽ ലൂസിഫറിനെ കുറിച്ചാണ് പറയുന്നത്. ശരിക്കും ലൂസിഫർ എന്ന സാക്ഷാൽ ചെകുത്താൻ. ആദ്യം ഫോക്സ് നെറ്റ്വർക്കും പിന്നീട് നെറ്റ്ഫ്ലിക്സും ഏറ്റെടുത്ത അമേരിക്കൻ വെബ് സീരീസ് ലൂസിഫർ നെറ്റ്ഫ്ലിക്സിന്റെ എക്കാലത്തെയും ഹിറ്റ് സീരീസുകളിൽ ഒന്നാണ്. സാത്താനെ ഒരു കോമിക് ടച്ചോടുകൂടി അവതരിപ്പിക്കുന്ന DC കോമിക്സിലെ ലൂസിഫർ മോർണിംഗ് സ്റ്റാർ എന്ന കഥാപാത്രമാണ് ഈ സീരീസിലെ നായകൻ. നരകം ഉപേക്ഷിച്ച് ലോസ് ആഞ്ചലസിലെത്തി പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡിറ്റക്റ്റീവ് സംഘത്തോടൊപ്പം ചേരുന്ന ലൂസിഫറാണ് സീരീസിൽ. ആദം, ഹവ്വ, കായേൻ, ആബേൽ തൊട്ട് സാക്ഷാൽ പടച്ച തമ്പുരാൻ വരെ ബൈബിളിലെ മിക്ക കഥാപാത്രങ്ങളും അമേരിക്കയുടെ പുതിയ ജനറേഷൻ അറ്റയറിൽ ഈ സീരീസിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സാത്താനെ സമായൽ എന്ന് ദൈവം തന്നെ വിളിക്കുന്ന ഈ സീരീസിൽ വില്ലനാകുന്നത് വിശുദ്ധ മിഖായേൽ മാലാഖ. ഒടുവിൽ മാലാഖ നരകത്തിലെ ജയിലിലും ദൈവം വെക്കേഷനിലേക്കും ചെകുത്താൻ ലോകം നിയന്ത്രിക്കുന്ന പ്രധാന റോളിലുമൊക്കെ എത്തുന്ന ക്ലൈമാക്സ് ആണ് 6 സീസണുള്ള സീരീസിൽ. ഹോളിവുഡ് നടൻ ടോം എല്ലിസ് ആണ് സീരീസിലെ ലൂസിഫർ. അത് തന്നെയാണ് സീരീസിന്റെ പ്രധാന ആകർഷണവും. വലിയ ഫാൻ ബേസ് ആണ് ടോം എല്ലിസിന് ഈ സീരീസോടെ ലോകമെമ്പാടും ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് കോമഡിയും റൊമാൻസും അതീവ രസകരമായി ചെയ്യുന്ന എല്ലിസിന്റെ ഈ കഥാപാത്രം ഭൂമി ഉണ്ടായ കാലം തൊട്ടുള്ള സാത്താൻ ഇമേജ് തന്നെ പൊളിച്ചടുക്കി. അതോടെ ഉയർന്ന പ്രതിഷേധങ്ങൾക്ക് കണക്കില്ല. ക്രിസ്ത്യൻ സംഘടനകൾ സീരീസിനെതിരെ വലിയ പ്രതിഷേധവുമായി എത്തി. ജർമ്മനി അടക്കം പല രാജ്യങ്ങളിലും സീരീസിന് ബാൻ വന്നു. വത്തിക്കാനെ പോലും നെഗറ്റീവ് റോളിൽ നിർത്തുന്ന സീരീസ് സാത്താൻ ആരാധനക്കാരുണ്ടാക്കിയതാണെന്ന വിമർശനങ്ങൾ വരെ ഉയർന്നു. എല്ലാ എപ്പിസോഡിലും നരകം എന്ന വാക്ക് പലതവണ പരാമർശിക്കുന്നത്, എല്ലാ കഥാപാത്രങ്ങളും, എല്ലാ ബൈബിൾ കഥാപാത്രങ്ങളും പ്രത്യക്ഷപ്പെടുമ്പോഴും യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു പരാമർശം പോലും വരാത്തത്, ചെകുത്താനോട് ചേർത്ത് എപ്പോഴും വിശേഷിപ്പിക്കുന്ന ചൊവ്വാഴ്ച മാത്രം ഈ സീരീസിൽ പരാമർശിക്കുന്നത്, ഇതൊക്കെ വെച്ച് വലിയ വിമർശനങ്ങൾ ഉയർന്നു. അപ്പോഴും പക്ഷേ നെറ്റ്ഫ്ലിക്സ് ഈ സീരീസ് പിൻവലിച്ചില്ല. ഈ നെഗറ്റീവ് പബ്ലിസിറ്റി സീരീസിന് വലിയ ഗുണം ചെയ്തു. 2021 സ്ക്വിഡ് ഗെയിമിനെ പോലും തോൽപ്പിക്കുന്ന റേറ്റിംഗിലാണ് സീരീസ് എത്തിയത്. ഈ സീരീസ് ആണെങ്കിൽ എന്ത് ഹോളിവുഡ് സിനിമയെ വെല്ലുന്ന പ്രൊഡക്ഷൻ ആയിരുന്നു. ഒരു സീസണിലെ ഒരു എപ്പിസോഡിന് മാത്രം $8 മില്യൺ ചെലവിട്ടായിരുന്നു പ്രൊഡക്ഷൻ. ഈ ലാഭം നെറ്റ്ഫ്ലിക്സ് തിരിച്ചു പിടിക്കുകയും ചെയ്തു. ഹെൻറി ആൻസ്കാർ കെല്ലിയുടെ സാത്താൻ എന്ന പുസ്തകത്തെ ആധാരമാക്കിയാണ് സീരീസ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് പുതിയ നിയമത്തിൽ സാത്താൻ ദൈവത്തിന്റെ ശത്രുവല്ലെന്നും ബൈബിളിൽ നിന്നുള്ള പരാമർശങ്ങളൊക്കെ ഉപയോഗിച്ച് മനുഷ്യരാശിയുടെ നന്മ ചിന്തിക്കുന്നയാളെന്നുമാണ് ഈ സീരീസും ഈ പുസ്തകവും പറയുന്നത്. ഒറിജിനൽ ലൂസിഫർ ദൈവപുത്രനേക്കാളും വലിയ നായകനായി ലോക പ്രേക്ഷകരെ കയ്യിലെടുത്ത സീരീസ് 6 സീസണായി നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോഴുമുണ്ട്. എമ്പുരാൻ കാണുന്നതിനൊപ്പം ലൂസിഫർ ആരാധകർക്ക് ഇതും സമയമുണ്ടെങ്കിൽ കാണാം. എന്നിട്ട് തീരുമാനിക്കാം ആരാണ് ശരിക്കും ലൂസിഫർ എന്ന്.